കഴിഞ്ഞ മാസം ജനുവരി 31 ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലമ്പൂർ ജാസിദ് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്തവരും അല്ലാത്തവരുമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ആ വീഡിയോ കണ്ടു കാണും. 10-60,000 പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജാസിദ് തൈക്കാട് എന്ന് പറഞ്ഞ പയ്യൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പിന്നെ സ്റ്റോറിയിൽ RIP സ്വന്തമായിട്ട് ഇട്ടിട്ട് ആ പയ്യൻ ജീവിതം അവസാനിപ്പിച്ചു. അപ്പോൾ ഈ പയ്യൻ്റെ വീഡിയോ ഞാൻ എൻ്റെ വീഡിയോയിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഞാനതൊരു എക്സ്പ്ലനേഷനായി പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് പല ഡൗട്ടുകളും ഇതിനകത്തുണ്ട്. ഓക്കെ, പല കാര്യങ്ങളും ക്ലിയർ അല്ല, ക്ലാരിറ്റി ഇല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുമ്പോഴത്തേക്ക് ഓടിപ്പിടിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്ന ആളുകൾ നിങ്ങളൊന്ന് തിങ്ക് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി, റിലേറ്റീവ്, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ പറയാൻ കാണിക്കുന്ന ധൈര്യം നിങ്ങളൊരു പ്രശ്നവും ചെയ്തിട്ടില്ല എന്നുള്ളത് സോഷ്യൽ മീഡിയ വഴി ആളുകളെ അറിയിക്കാനും നിങ്ങൾക്ക് ധൈര്യം വേണ്ട. അതാണ് ശരിക്കും ധൈര്യം നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യമല്ല യഥാർത്ഥത്തിൽ. ജീവിക്കാനുള്ള ധൈര്യമാണ് മനുഷ്യന് വേണ്ടത്. കുറേ ക്ലാരിറ്റി കമ്മി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എന്താണെങ്കിലും അന്ന് ആ പയ്യൻ എന്തുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട വീഡിയോക്കകത്ത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ, പിന്നെ കുറച്ച് പോലീസുകാർ, പിന്നെ ആ നാട്ടിൽ തന്നെയുള്ള കുറച്ചധികം വ്യക്തികളെയൊക്കെ കുറിച്ച് അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്ത് ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ആ പയ്യൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ ഞാൻ ഈ ഐഡൻറ്റിറ്റി കാര്യങ്ങളും പേരും കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. കാരണം അത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നതായതുകൊണ്ട് എനിക്ക് പെർട്ടിക്കുലർലി ആ കുട്ടിയുടെ വീട്ടുകാരുടെ ഒന്നും ഡീറ്റെയിൽസ് വയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെച്ചില്ല. കാരണം അത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സംഗതിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഐ തിങ്ക് സ്റ്റിൽ ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ എന്താണെങ്കിലും ദ അതർ സൈഡ്, എല്ലാ വിഷയത്തിനും ഒരു സെക്കൻഡ് സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് സൈഡ്, അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ മിഥു മോഹൻ്റെ കേസിൽ ഞാൻ ആ പെൺകുട്ടിയുടെ സൈഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഞാൻ ആ പെൺകുട്ടി പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇറ്റ്സ് മീ കൈസിൻ്റെ ചാനലിൽ കൈസിനെ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നുള്ള ആളുകൾ, ഓക്കെ, അതായത് ജാസിദ് മരണപ്പെട്ട വിഷയത്തിൽ ഇൻവോൾവായ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ ജാസിദിന് ഈ പെൺകുട്ടി ജാസിദിന് വിളിച്ച കോൾ റെക്കോർഡിൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ കയസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കയസ് അത് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആ വിഷയത്തിൽ വീഡിയോ ചെയ്തൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിത് പലരും അയച്ചു തന്നു. ഞാൻ ആ ഓഡിയോ ഞാനും കേട്ടു. അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണെങ്കിലും ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയാണ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ഒന്നുകൂടി പ്ലേ ചെയ്യണം. ഇവരങ്ങനെ മാറി നിൽക്കുന്ന സെപ്പറേറ്റ് ആയ സിറ്റുവേഷനിൽ ഈ പെൺകുട്ടി എന്തുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഈ പയ്യൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഈ പയ്യനെ കുറിച്ചും ഈ പയ്യൻ വർക്ക് ചെയ്ത സ്ഥലത്തുള്ള പെൺകുട്ടിയെ കുറിച്ചും മോശമായി പറയാൻ തുടങ്ങി എന്നുള്ളത് അത്ര ക്ലിയർ അല്ല. കാരണം അതിനിടയിൽ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേന്നറിയില്ല. ഈ പയ്യൻ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇവന്റെ വീട്ടുകാരോടും നാട്ടുകാരോടും കുടുംബക്കാരോടൊക്കെ ഇവനെ കുറിച്ച് മോശത്തരം, അതായത് ആ റിലേഷൻ പോയി ഇനി ഇവനെ ഒരു മോശക്കാരനാക്കണം എന്നുള്ള രീതിയിൽ ഈ പയ്യനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും വേറൊരു പെൺകുട്ടിയുടെ ഒപ്പം കൂട്ടിച്ചേർത്ത് പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ തുടങ്ങിയത് കൊണ്ട് ഈ പയ്യന് സാരമായ പ്രശ്നങ്ങൾ സംഭവിച്ചു, ചോദ്യം ചെയ്യലുകൾ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പയ്യൻ ഈ പെൺകുട്ടിയെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതായത് എന്തിന് നീ ഇത് കാണിക്കുന്നു, റിലേഷൻ നിർത്തിപ്പോയതല്ലേ, ഇനി നീ എന്തിനു മുന്നോട്ട് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കണം എന്നെക്കുറിച്ചും ആ പെൺകുട്ടിയെ കുറിച്ചിട്ടും. നീ നിന്റെ ലൈഫിൽ ഈ റിലേഷൻ ബ്രേക്ക് ആയതിനു ശേഷം നിനക്ക് വേറൊരാളുമായിട്ട് നീ സ്കൂളിൽ നീ മര്യാദയ്ക്ക് പോവാണ്, നീ ആ വഴിക്ക് പോയിക്കോ, ഞാൻ നിന്റെ ജീവിതത്തേക്ക് ഇല്ല എന്നൊക്കെ ഈ പയ്യൻ പറഞ്ഞു എന്നാണ് ഈ പയ്യൻ വീഡിയോ സൈഡ് വിട്ട് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പയ്യൻ്റെ വീഡിയോയിൽ തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ആ പയ്യൻ പറയുന്ന വേർഷനാണ് നമ്മൾ കേട്ടതും കണ്ടതും. അത് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. സോഷ്യൽ മീഡിയയിൽ ന്യൂസ് ചാനലുകളടക്കം അത് വെച്ചിട്ടാണ് ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഇപ്പോൾ ഒരു റിലേഷൻ ഉണ്ടാവുന്നു, അത് 2 കൊല്ലത്തെ റിലേഷനാണ്, അത് ബ്രേക്ക് ആവുന്നു. ബ്രേക്കായിട്ട് ഇവർ മൂവ് ഓൺ ചെയ്തോ ഇല്ലേ, മൂവ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവർ കോൺടാക്റ്റിൽ ഉണ്ടോ ഇല്ലേ, അപ്പോൾ ഇവർ എന്തൊക്കെ സംസാരിച്ചു, മൂവ് ഓൺ ചെയ്തതിന് ശേഷം ഇവരുടെ റിലേഷൻ അടുത്തൊരു റിലേഷനിൽ ഇവർ കമ്മിറ്റഡ് ആയോ, മൂവ് ഓൺ ചെയ്യാനുണ്ടായ കാരണം ഈ പയ്യൻ പറഞ്ഞ കാരണമേ നമുക്കറിയൂ. അതായത് ഈ പെൺകുട്ടി വേറൊരാളുടെ റിലേഷനിലായി, അത് ഈ പയ്യൻ അറിഞ്ഞു, അങ്ങനെ ബ്രേക്കപ്പായി, മൂവ് ഓൺ ആയി. പിന്നെ ഇവൻ്റെ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി വന്നു. പെട്ടെന്ന് ഒരു ദിവസം കോൾ ചെയ്തിട്ട്
ഈ പയ്യനും വേറൊരു പെൺകുട്ടിയും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് ചോദിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ആ പയ്യൻ്റെ എക്സ്പ്ലനേഷൻ. അന്നത്തെ വീഡിയോ നിങ്ങളെടുത്ത് കണ്ടാൽ മതി, അതിനകത്തുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു വോയിസ് റെക്കോർഡ് കയസിന് കൊടുത്തതാണ്. ഈ പെൺകുട്ടിയല്ല, പെൺകുട്ടിയുടെ വീട്ടുകാർ ഒരു വോയിസ് റെക്കോർഡ് കൊടുത്തതാണ്. ഈ പെൺകുട്ടിയും ഈ ജാസിദ് എന്ന് പറഞ്ഞ പയ്യനും സംസാരിക്കുന്നതാണ്. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാനുള്ളത്, ജാസിദ് പറയുന്നുണ്ട് ജാസിദ് എറണാകുളത്തൊരു മൊബൈൽ ഷോപ്പിൽ ജോലിക്ക് നിന്ന ടൈമിൽ അവിടെ ഒരു പെൺകുട്ടിയായിട്ട് റിലേഷനിലുണ്ട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞു വരുത്തിയതും ജാസിദിൻ്റെ വീട്ടുകാരോട് പറഞ്ഞതെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഒരു സ്നാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. ഇതിൽ പരസ്പരം ഇവർ സംസാരിക്കുന്നത്, ഈ പെൺകുട്ടി ജാസിദ് ആരുടെ കൂടെയാണോ റിലേഷനിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ ബ്രേക്കായ ആ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയും ജാസിദിന് എറണാകുളത്ത് മൊബൈൽ ഷോപ്പിൽ ഒരു ബന്ധമുണ്ട് എന്ന് ഈ പെൺകുട്ടി പറയുന്നതായിട്ടുള്ള പെൺകുട്ടി. ഓക്കെ, അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഈ സൈഡിൽ. അതിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾ റിലേഷനിലാണോ, ആ റിലേഷൻ എങ്ങനത്തെ റിലേഷനാണ്, ഫിസിക്കൽ റിലേഷൻസ് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഇവർ തമ്മിൽ ചോദിക്കുന്നു. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്. ഇതിൻ്റെ ഒരു ഡേറ്റോ കാര്യങ്ങളോ ടൈമോ അത്ര ക്ലിയർ അല്ല. എനിക്ക് തോന്നുന്നു കയസിൻ്റെ വീഡിയോയിലാണെങ്കിലും അതിൻ്റെ ഡേറ്റോ കാര്യങ്ങളോ കാരണം അങ്ങനെയൊന്നുമില്ല. ആൻഡ് ആരെ കോൺടാക്ട് ചെയ്തു എന്നുള്ളൊരു സംഗതി ഉണ്ട് ഇതിനകത്ത്. കാരണം ഞാൻ അടുത്ത വയ്ക്കാൻ പോകുന്ന വോയിസിൽ ഈ മൊബൈൽ ഷോപ്പിൽ ഒപ്പം ജാസിദിനൊപ്പം ജോലി ചെയ്തിരുന്ന ആ ലേഡിയാണ് ഈ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്തതെന്നാണ് ഈ ഒരു വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആ പെൺകുട്ടി ജാസിദിനോട് സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ജാസിദ് അന്നിട്ട വീഡിയോയിൽ, മരിക്കുന്നതിന് മുമ്പിട്ട വീഡിയോയിൽ പറയുന്നത് ഈ പെൺകുട്ടി റിലേഷൻ ബ്രേക്കായ നിലമ്പൂർ തന്നെയുള്ള ഈ പെൺകുട്ടിയാണ് ജാസിദിനെ വിളിച്ചിട്ട് ജാസിദിൻ്റെ വീട്ടുകാരെടുത്ത് ആ മൊബൈൽ ഷോപ്പിലുള്ള കുട്ടിയായിട്ട് ജാസിദിൻ്റെ ബന്ധത്തിനെ കുറിച്ചിട്ട് മോശമായി പറഞ്ഞതാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഉള്ള ഈ വോയിസ് ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഹലോ ജാസിദ്, ഞാൻ ഹാഷ്മിയാണ്. പറയ്. ഇവിടെ ഞാൻ എറണാകുളത്ത്. അല്ല, എന്തിനാ മിർഫ് എന്തിനാ എന്തേക്ക് മെസ്സേജ് ആക്കണേ? എന്താ പറഞ്ഞേ? എന്തിനാ? അല്ല, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിക്കൂടെ? എന്തിനാ ഇങ്ങനെ ഇട്ട് ഇടങ്ങേറാക്കണേ? എന്താ പറഞ്ഞ പറയ്. എന്തോ ആയിക്കോട്ടെ. എന്താ മെസ്സേജ്? അങ്ങോട്ട് മെസ്സേജ് ചെയ്യുന്നോ? ഞാൻ ആർക്കും അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ നിന്നിട്ടില്ല. ഈ മൂവ് ഓൺ ആയി വേറെ റിലേഷനാണ് എല്ലാം, പിന്നെ എന്തിനാ എന്റെ മേത്തേക്ക് ഇങ്ങനെ വരുന്നത്? എന്താ അയച്ച പറയാ, ഞാൻ ചോദിച്ചോളാം, ഞാൻ പറഞ്ഞുതരാം. വേണ്ട, ഈ ഇന്ത്യക്ക് ആരും ഒന്നും പറഞ്ഞയക്കണ്ട. അജ്മൽ ഷാനെ കൊണ്ടാണെങ്കിൽ ഈ എന്തിനാ മെസ്സേജ് അയപ്പിച്ചത്? അജ്മൽ ഷാനെ കൊണ്ട് ഞാൻ അയപ്പിച്ചിരുന്നോ? ഞാൻ എന്താ അയപ്പിച്ചേ? ഓൻ എന്നോട് ചോറ് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ നേരെ ബളർത്തുക്കാ പോയത്, ഷിതന്റെ അടുത്ത് പോയിട്ട് പിന്നെ ഞാൻ അതിന്റെ ഷിതനായിട്ട് ഈ വന്നു. ഈ എനിക്ക് നല്ല കാര്യമുണ്ട്. ഈ അന്ന് ഞാൻ സ്നാപ്പ് എടുത്ത് നോക്കിയപ്പോ ഷിതായിട്ടുള്ള ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഈ ഷിത തമ്മിൽ ഭയങ്കര അടുപ്പാണ് എന്നുള്ളത്. അല്ലേ? എന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചു എന്ത്? ഹലോ, ഓക്കെ, അപ്പോൾ ഈ വോയിസിൽ ഈ പെൺകുട്ടി പറയുന്നത് തന്നെ ആ ലേഡി, മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ആ ലേഡി ഇങ്ങോട്ട് ഈ കുട്ടിയെ കോൺടാക്ട് ചെയ്തതാണ്. നിൻ്റെ ഫ്രണ്ട് എന്തിനും എന്നെ കോൺടാക്ട് ചെയ്യുന്നു, നമ്മൾ തമ്മിലുള്ള റിലേഷൻ കഴിഞ്ഞതല്ലേ, ഇതിൻ്റെ ആവശ്യം എന്താണ്? വേറൊരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നു, ആ പെൺകുട്ടിയായിട്ട് നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നു. ആൻഡ് ടു ബി ഫ്രാങ്ക്, ഈ ഒരു വോയിസ് നോട്ട് ഞാൻ കേൾക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനും ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് കാണും. കാരണം ഇതൊരു പെട്ടെന്ന് തുടങ്ങിയൊരു കോള്, പെട്ടെന്ന് അവിടെ നിന്നൊരു കോള് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു 2 വോയിസ് ക്ലിപ്പ് ഇതിനകത്തുള്ളൂ. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സാധനം ഇതെന്ന് നമുക്ക് കൃത്യമായിട്ട് ഒന്നുകൂടി പറയാൻ പറ്റും. ഇതിപ്പോൾ ഈ കുട്ടി പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ആ കുട്ടിയെ ഈ മൊബൈൽ ഷോപ്പിലുള്ള ലേഡി കോൺടാക്ട് ചെയ്തു, സ്നാപ്പ് വഴി അവർ സംസാരിച്ചു. അതിന് ശേഷം ഈ പറഞ്ഞ മാതിരി ഈ പയ്യനെ വിളിച്ച് ചോദിക്കുന്നു, എന്തിന് ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നു, നിങ്ങൾ തമ്മിലാണെങ്കിൽ നിങ്ങൾ അയക്കോ, ഇതിന് മുമ്പ് നിനക്ക് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നീ അയക്കോ എന്ന് ഈ പെൺകുട്ടിയാണ് പറയുന്നതെന്നുള്ളതാണ് ഇതിന്ന് ക്ലിയർ ആവുന്നത്. ഈ അവിടെ മൂവ് ഓൺ ആയി എന്റെ ലൈഫ് നല്ല ഇതിലൊക്കെ കൊണ്ടിടക്കണമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഈ വെറുതെ ഓരോരുത്തരെ കൊണ്ട് ഇതാക്കേണ്ട ആവശ്യമില്ലാനോ? എനിക്കറിയില്ല, ഞാൻ അജ്മൽ ഷാനോട് ചോദിച്ചോക്ക്. എന്താണെങ്കിലും എനിക്കറിയില്ല എങ്ങനെ ഇത്ര പെട്ടെന്നുണ്ടായിട്ട് വേറെ റിലേഷനിലായി മെർഫായിട്ട് എന്തൊക്കെ ഉണ്ടായി അതിന്റെ ഇടക്ക്. അപ്പൊ ഞാൻ എന്ത് പൊട്ടത്തിയായിരുന്നു ഇത്രയും കാലം ഞാൻ എന്റെ ഒപ്പം നിന്നാള്.
ഇനി ഓളൊക്കെ പറ്റിക്കണായിട്ട് എന്നോട് ഈ ഓരോന്നോണ പറയണോ? ഈ അജ്മൽ ഷാൻ ഞാൻ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു ഞങ്ങള് നിർത്തിയതാണ്, ഞാൻ ഇനി പോയില്ല. എന്താണ് ഈ എന്റെ വർത്താനം ഞാൻ കുറെ കേട്ടാണ് പറഞ്ഞത്. ഓ ഇന്റെ ഫോൺ വെച്ച് പോയതാ. മിർഫനെ ഞാൻ ചോദിച്ചോക്കിട്ട് ഞാൻ പറഞ്ഞുതരാം. നിക്ക് അൽവാണ് ഞാൻ അവളോട് നിക്ക് ചോദിച്ചോളാം. നിക്ക് ഈ മിർഫ റിലേഷനിലാണോ? ആ എപ്പായി? മിഞ്ഞാന്ന്. ഈ ഓക്കെ ആണോ? ലൈക്ക് എല്ലാം കൊണ്ട് ഈ ഓക്കെ ആണോ? ഞാൻ ഓക്കെ വരുന്നുണ്ട്. മൂവ് ഓൺ ആയോ ഈ കംപ്ലീറ്റ്ലി? ഇല്ല. ഈ ഓള് ഫീലിങ്സും വെച്ച് കളിക്കണോ ഇനി? ഞാൻ ആരെ ഫീലിങ്സ്, ഞാൻ ആരെ ഇടങ്ങാറാക്കാൻ? ഞാൻ ജാബറിനെ വിളിച്ചിരുന്നു. ജാബിയൊക്കെ എന്നോട് കൊറേ സംസാരിച്ചു എന്നെ പറ്റിയിട്ട്. ഞാൻ ഇപ്പൊ എന്റെ കസിന്റെ വീട്ടിലാണ്. ഞാൻ ഇവിടുത്തെ ഷംനാദിനോട് ഞാൻ പറഞ്ഞെല്ലാം. എന്താ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഓന്റെ പെങ്ങളെ ഫോണെന്നാ ഞാൻ എനിക്ക് വിളിക്കണേ. ഷാരൂഖ് എന്നെ കോണ്ടാക്ട് ചെയ്യണം പറഞ്ഞ് നിക്കായിരുന്നു. ജാബിയാണെങ്കിൽ എന്നോട് ചോദിക്കും എന്താ പ്രശ്നം. എന്താ പ്രശ്നമൊന്നുമില്ല. അനക്ക് എന്ത് ഓക്കെ. ഈ ഒരു വോയിസ് ക്ലിപ്പും എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷെ ഈ വോയിസ് ക്ലിപ്പിലും ഈ പെൺകുട്ടി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ മൂവ് ഓൺ ആയോ, നീയും അവൾ തമ്മിൽ റിലേഷനിൽ ഉണ്ടോ? ഓക്കെ, ഭയങ്കര സങ്കടവും കരച്ചിലുണ്ട്. പിന്നെ വേറെ റിലേഷനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരായി എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഈ കേസിലൊരു മൾട്ടിപ്പിൾ റിലേഷൻ്റെ ഒരു കേസ് ഇൻവോൾവ് ആണോ, അതോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞിട്ട് ഒരു വോയിസ് ക്ലിപ്പ് ഗൈസിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത്ര ക്ലിയർ ഉള്ള വോയിസ് ക്ലിപ്പല്ല, അതെനിക്ക് കിട്ടി. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് അത്ര പെട്ടെന്നൊന്നും മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആൻഡ് ഇതിപ്പോൾ ഒരു കോൾ റെക്കോർഡാണ് ഈ മരിച്ച പയ്യനും ഈ പെൺകുട്ടിയും തമ്മിൽ. ഓക്കെ, ഏത് പെൺകുട്ടിയെക്കുറിച്ചാണോ ഈ പയ്യൻ ലൈവിൽ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയും ഈ പയ്യനും തമ്മിലുള്ളൊരു കോൾ റെക്കോർഡാണ്. ഇതിന് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. കായസിൻ്റെ വീഡിയോയുള്ള ലാസ്റ്റ് ഓഡിയോ ക്ലിപ്പിന് എനിക്ക് അത്രത്തോളം ക്ലാരിറ്റി എന്ന് തോന്നിയില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഒരു സംഗതി മാത്രം എനിക്കിതിൽ ലിങ്ക് ആവുന്നുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ വീഡിയോ ഇട്ട് ഇൻസ്റ്റയിൽ പറഞ്ഞ ടൈമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പയ്യൻ ഈ പെൺകുട്ടിയോട് ഇപ്പോൾ ഫോണ് റെക്കോർഡ് കേട്ട ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയും ഇവനും തമ്മിലുള്ള ഫോട്ടോസും സാധനങ്ങളും ഒക്കെ അത് ഈ പയ്യൻ ആ ലൈവ് വീഡിയോയിൽ തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഞാൻ പുറത്ത് ഫ്ലാഷ് ചെയ്യും, അല്ലെങ്കിൽ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞൊരു കേസ്. അത് ഞാൻ അന്ന് വീഡിയോ ഇട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു സംഗതി ആ പയ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അട്ടർ റോങ്. വളരെ മോശപ്പെട്ട കാര്യമാണ് ആ പയ്യൻ പറഞ്ഞതും. ആ കാരണം കൊണ്ട് ഈ പെൺകുട്ടിക്ക് കേസ് കൊടുക്കാൻ 100% പറ്റും ചെയ്യും. ആ കാരണം കൊണ്ട് ആ പെൺകുട്ടി കേസ് കൊടുത്തിട്ടു. അതുകൊണ്ട് ആയിരിക്കും മെയിൻ റീസൺ ആ പെൺകുട്ടി കേസ് കൊടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. അതിൽ പോലീസിന് എന്ത് ചെയ്യാം, കേസ് എടുക്കാം. കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് പറയുകയാണ് എന്നെ ഇങ്ങനെ ത്രട്ടൻ ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പോലീസ് കേസ് എടുക്കും. പിന്നെ ഇതിൽ എനിക്ക് ഡൗട്ട് നിൽക്കുന്നത്, രാത്രി സമയത്ത് പോലീസ് വിളിച്ചു കൊണ്ടുപോയി. അതെന്തുകൊണ്ട് ഈ പയ്യൻ്റെ വീട്ടുകാർ ഇതുവരെ അത് ആ ടൈമിൽ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഈ പയ്യൻ പറഞ്ഞില്ല. അപ്പോൾ ഫോൺ ഫോർമാറ്റ് ചെയ്തൊരു കേസ് ഈ പയ്യൻ പറയുന്നുണ്ട്. പോലീസുകാർ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഫോൺ ഫോർമാറ്റ് ചെയ്തു. FIR ഇട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞാലോ ഫോൺ തെളിവായിട്ട് വെക്കില്ലേ വേണ്ടേ? പയ്യനെതിരെ FIR ഇടണം, ഫോൺ തെളിവായിട്ട് വെക്കണം. അല്ലാതെ ഫോർമാറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തായിരുന്നു? ഈവൺ ഈ ഫോർമാറ്റ് ചെയ്താൽ പോലും ഈ പയ്യൻ അന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ പയ്യൻ്റെ വേറൊരു ഫോണുണ്ട്, അതിൻ്റെ പാസ്വേഡ് പറയുന്നുണ്ട്, ആ ഫോണിനകത്ത് എല്ലാ തെളിവുകളും ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ പയ്യൻ. ആ ഫോണിൽ നിന്ന് പോലീസുകാർക്ക് എന്ത് കിട്ടി എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു ഓഡിയോ ഈ ഒരു ഓഡിയോയിൽ നിന്ന് 1-2 കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. ഈ പെൺകുട്ടിയെ ആ മൊബൈൽ ഷോപ്പിലുള്ള ലേഡിയാണ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തതും അതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി ഈ പയ്യനെ വിളിച്ചത്. ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ആൻഡ് ഈ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇത്ര കാലം റിലേഷനിലായിരുന്ന വ്യക്തി എന്നെയായിട്ട് റിലേഷനിലാവുമ്പോൾ വേറെ ആളുകളായിട്ട് റിലേഷനിലായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് ഓഫ് എലമെൻറ്റിൻ്റെ മുകളിൽ. കാരണം നമ്മുടെ വേറൊരു പെൺകുട്ടീൻ്റെ സ്നാപ്ചാറ്റ് കണ്ടു. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെന്നുള്ളൊരു ചോദ്യം ഈ പെൺകുട്ടി ആ പയ്യനോട് ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി ആ പയ്യൻ കൊടുക്കുന്നുമില്ല. കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ നമ്മളെ കയ്യിലില്ല. ഓക്കെ, ആകെ കിട്ടിയത് ഈ 2 വോയിസാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ഒരു റിലേഷൻ എന്ന് പറയുന്നത് അത് മുന്നോട്ട് വളരെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഹെൽത്തി ആയിട്ട് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. എവിടെയെങ്കിലുമൊക്കെ ഈ പറഞ്ഞ ഒരു ചീറ്റിങ് ടോക്സിസിറ്റി ഒക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ പറഞ്ഞ് മൂവ് ഓൺ ചെയ്യാം. പിന്നെ രണ്ടാളും അവിടെ ഇവിടെയും കയറിയിട്ട് രണ്ടാളെ ജീവിതത്തേക്കും തോണ്ടാൻ നിൽക്കരുത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പല സോഴ്സിൽ നിന്നും അല്ലെങ്കിൽ പല രീതിയിലുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ അറിയും, നിങ്ങൾ റിലേഷനിലാവുമ്പോൾ നിങ്ങളെ പാർട്ട്ണർ നിങ്ങളെ പറ്റിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾ അറിയുമായിരിക്കും. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോയ സ്ഥിതിക്ക് നിങ്ങൾ ആ വഴിക്ക് വിടണം.
ഇനി ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു, ഫിനാൻഷ്യലി നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ സമയ നഷ്ടം, അപ്പോൾ നമുക്ക് ഒരു പെയിന് വരും. ഫിനാൻഷ്യലി നഷ്ടം അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പോലീസുകാരുടെ അടുത്ത് തെളിവായിട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഇന്നെ എങ്ങനെ പറഞ്ഞ് ചീറ്റ് ചെയ്തു, അതാണോ പെണ്ണോ ആർക്ക് വേണമെങ്കിലും പോവാം, അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇല്ല സമയനഷ്ടം അല്ലെങ്കിൽ നമ്മുടെ എഫേർട്ട്, നമ്മുടെ ആ ഒരു നമ്മൾ ഏറ്റവും വാല്യൂ കൊടുക്കുന്ന ടൈമാണ്, ടൈമിൻ്റെ നഷ്ടമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു പെയിന് വരും. ആ പെയിന് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക അറിയോ, അത് സർവൈവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിയും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഏതെങ്കിലും ഒരാളെ ജീവൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ തീർന്നു പോകുമ്പോൾ പിന്നെ ആകെ മൊത്തം അൽക്കുലത്ത് പ്രശ്നങ്ങളായിരിക്കും. ഓക്കെ, ഞാനെന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, മരണത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ആ പയ്യൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താണെങ്കിലും, കാരണം അതിൽ കുറേ പേരുടെ ഫോട്ടോ വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും എന്തായി എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എന്താണെങ്കിലും കിട്ടണം. പിന്നെ ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് ഈ പെൺകുട്ടി ഈ പറഞ്ഞ പോലെയാണ്, ഈ പെൺകുട്ടി ഒന്നും അറിയാതിരിക്കുകയായിരുന്നു. ഇവരെ മൂവ് ഓൺ ചെയ്ത സമയത്ത് വീണ്ടും ഈ പെൺകുട്ടിയുടെ ലൈഫിലേക്കാണ് ഈ പയ്യനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ പയ്യനോ കടന്നു വന്നതെന്നുണ്ടെങ്കിൽ ഈ മരണശേഷം ആ പെൺകുട്ടി ഒരുപാട് ബ്ലെയിം കേട്ടിട്ടുണ്ട്. ഇനി മുന്നോട്ട് ആ പെൺകുട്ടിക്ക് ജീവിക്കും വേണം. പിന്നെ ഈ പയ്യൻ മരിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെക്കുറിച്ച് മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ ഉമ്മാനെക്കുറിച്ചും അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊട്ടേഷൻ സംഘം ഇവനെ തല്ലാൻ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പോഴേ അങ്ങനെ ഡൗട്ട് അടിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, CCTV ഫുട്ടേജ് ഒന്നും കിട്ടാനില്ലേന്ന്. കാരണം നിലമ്പൂർ അങ്ങാടിയിൽ ഒരു കടയിനടുത്തൊരു ഗുണ്ട സെറ്റപ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് പോലീസുകാർക്ക് എന്താണെങ്കിലും കാണാൻ പറ്റും, പോലീസുകാർക്ക് അതിനെ ഫുട്ടേജ് എടുക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ പോലീസുകാരുടെ ഇൻവോൾവ്മെൻറ്റ്, ഈ പയ്യൻ കുറച്ച് പോലീസുകാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പോലീസുകാരുടെ ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അതായത് മൊബൈൽ ഫോൺ എന്തിനു ഫോർമാറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ത്. കാരണം ഇതിന് ഞാൻ പറയുന്നത് ഇതിൽ ക്ലിയർ ഇല്ലാത്തൊരു വോയിസ് ഉണ്ട്. ആ വോയിസിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ച പയ്യൻ എന്താ പറയുക, വേറെ കുറച്ച് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉള്ള ഒരാളാണ്, അതിൽ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കീപ്പ് ചെയ്തിട്ടുണ്ട് ഫോണിൽ എന്നൊക്കെയാണ് ആ ഒരു വോയിസിൻ്റെ ആ ഒരു നമ്മൾ ഈ ഹെഡ്ഫോണൊക്കെ വെച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കായസിൻ്റെ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ അതൊരു ക്ലാരിറ്റി ഇല്ലാത്ത സംഭവം ആയതുകൊണ്ട് അത് ടേക്കപ്പ് ചെയ്യാൻ പറ്റില്ല എനിക്ക് പേഴ്സണലി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ടേക്കപ്പ് ചെയ്യാത്തത്. എന്താണെങ്കിലും ഈ വോയിസ് ക്ലിപ്പ്, ഈ പെൺകുട്ടി ഈ പയ്യനായിട്ട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ ഈ പയ്യൻ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഈ വോയിസ് ക്ലിപ്പിൽ നിന്ന് പൊതുവായിട്ടൊരാൾക്ക് കേട്ടാൽ മനസ്സിലാവും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ വോയിസിലാണെങ്കിലും ക്ലാരിറ്റി കുറവുണ്ട്. മുമ്പോ പിമ്പോ നടുവിലൊക്കെ കുറേ കാര്യങ്ങൾ മിസ്സിങ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്താണെങ്കിൽ ഇത് പോലീസുകാർ കൃത്യമായിട്ട് അന്വേഷിച്ച് ക്ലോസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ആരാണെങ്കിലും എടുത്ത് ഓഡിറ്റ് ചെയ്യും. കാരണം സോഷ്യൽ മീഡിയ ഓഡിറ്റിങ്ങിൻ്റെ ടൈമാണ്. ആരും എപ്പോഴും എവിടെ വെച്ചിട്ടും എല്ലാവരും ഓഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി നിങ്ങൾ തീരുമാനിക്കുക, ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ്. ഒരു റിലേഷനിലായി, ആ റിലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ റിലേഷൻ തീർത്ത് കഴിഞ്ഞാൽ മൂവ് ഓൺ, ജസ്റ്റ് മൂവ് ഓൺ. അല്ലാതെ വേറൊരാളെ ലൈഫിൽ കയറാനോ ത്രട്ടൻ ചെയ്യാനോ നോ പറഞ്ഞു ഒരു വാല്യൂവും കൊടുക്കാതെ വീണ്ടും പോകാനോ, അതൊക്കെ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാക്കും, സ്വയം ഇല്ലാതാവും ചെയ്യും.